നോക്കൂ നിങ്ങൾ, ഇത് ഇസ്ലാമിന്റെ ആദ്യ കാലത്ത് തന്നെയുണ്ട്. അതിനുശേഷം പിന്നെ ഖവാരിജുകൾ വന്നു, മുഅ്തസിലുകൾ വന്നു, ജഹമിയത്ത് വന്നു, ജബരിയത്ത് വന്നു, ഒരു ഷിയാക്കൾ വന്നു, ഒരുപാട് പ്രസ്ഥാനങ്ങൾ വന്നു. 1920-കൾക്ക് ശേഷം നമ്മുടെ കേരളത്തിലും കർണാടകത്തിലുമായി, കർണാടകത്തിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്നത് കേരളത്തിൽ നിന്നാണല്ലോ. അവിടെ 1920-കൾക്ക് ശേഷം 22-ലായി ഒരു പുതിയ ആശയം വന്നു. ഈ സമാന്തര ഇസ്ലാം പാരമ്പര്യ മുസ്ലിമീങ്ങളെ മുഴുവനും മുശ്രിക്കുകളാണ്, കാഫിറുകളാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്ന പ്രസ്ഥാനമാണ് സലഫിസം, അല്ലെങ്കിൽ മുജാഹിദ്, വഹാബി, ഇസ്ലാഹി, എന്ത് പേര് പറഞ്ഞാലും ആ പ്രസ്ഥാനം വിവിധ പേരുകളിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അതിന് KNM എന്ന് പറയും, ജിന്നൂരികൾ എന്ന് പറയും, വിസ്ഡം ഗ്രൂപ്പ് എന്ന് പറയും, മർക്കസുദ് ദഅവ ഗ്രൂപ്പ് എന്ന് പറയും, സലഫി ഗ്രൂപ്പ് എന്ന് പറയും, സുല്ലമി ഗ്രൂപ്പ് എന്ന് പേരെന്തു പറഞ്ഞാലും അതൊക്കെ ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ്. വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഈ പാർട്ടികൾ, ഇവരുടെ പ്രധാനപ്പെട്ട ആശയം എന്താണ്? നമ്മൾ ഇത് പഠിക്കണം. ഞാൻ ഇവിടെ ഒരു പ്രസംഗം നടത്തുന്നില്ല, ഇതൊരു ക്ലാസ് പോലെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്താണ് ഈ പ്രസ്ഥാനമെന്ന് ചെറിയ രൂപത്തിൽ ഒരോട്ടപ്രദക്ഷിണം നടത്താനേ നമുക്ക് സമയമുള്ളൂ. പറയുകയാണെങ്കിൽ 10 ദിവസം നിങ്ങൾ ഇവിടെ സ്റ്റേജ് സംഘടിപ്പിച്ചാലും അവരുടെ ദൂഷ്യവശങ്ങൾ പറഞ്ഞാൽ തീരുകയില്ല. അതുകൊണ്ട് ഒരു ഓട്ടപ്രദക്ഷിണം നമുക്ക് നടത്താം. ഈ പ്രസ്ഥാനം ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ? പാരമ്പര്യ മുസ്ലിമീങ്ങൾ, പൂർവീകരെ അനുധാപനം ചെയ്ത് ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ, നമ്മളൊക്കെ തന്നെയും മുശ്രിക്കുകളാണ്, കാഫിറുകളാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാണ്, അതേ മുർത്തദ്ദുകളാണ്, അബൂജഹലിനെ പോലെയുള്ളവരാകുന്നു. മഅദല്ലാഹ്. ഇത് പറയാനാണ് നമ്മുടെ നാട്ടിലെ മുജാഹിദ്, സലഫി, ഇസ്ലാഹി, ജിന്നൂരി, വിസ്ഡം, മർക്കസുദ് ദഅവ, KNM, ഏത് പേരിൽ അറിയപ്പെട്ടാലും ഈ സലഫിസത്തിന്റെ വിവിധ മുഖങ്ങളിലൂടെ അറിയപ്പെടുന്ന എല്ലാ കക്ഷികളും ശ്രമിക്കുന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ആശയം പറയാനാണ്. ഇതാണ് അവർ പറയുന്ന, പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ത്? മുസ്ലിമീങ്ങളായ നമ്മളൊക്കെ തന്നെയും മുശ്രിക്കുകളാകുന്നു, കാഫിറുകളാകുന്നു, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരാകുന്നു. നമ്മൾ ഇവിടത്തെ അമുസ്ലിമീങ്ങളെ പോലെയാണ്, അല്ല ഇവിടത്തെ ക്രിസ്ത്യാനികളെ പോലെയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമും ഈമാനും തൗഹീദുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് കേരളത്തിലെ, അല്ല നമ്മുടെ ഈ രാജ്യത്തുള്ള പുത്തൻവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരൊറ്റ ക്ലിപ്പ് നിങ്ങൾ കേട്ടോളൂ. ഇത് ഒരുപാട് 100 പറയാൻ എന്റെ കയ്യിലുണ്ട്. പക്ഷെ അത് മാത്രം പറഞ്ഞാൽ പോരല്ലോ, നമുക്ക് വേറെയും കാര്യങ്ങൾ പറയാനുണ്ട്. മുജാഹിദിന്റെ ഏറ്റവും വലിയ നാക്കുള്ള ഒരു മൗലവിയാണ്. ആ മൗലവി പറയുന്നത് എന്താണ്? കേട്ടോളൂ. സമസ്തയും എന്ന് പറഞ്ഞാൽ സുന്നികളും ക്രിസ്ത്യാനികളും ഒരുപോലെയാണ്. മാത്രല്ല ഇവിടത്തെ ഹിന്ദുക്കളായ ചന്ദ്രനും അമുസ്ലിമീങ്ങളും സുന്നികളൊക്കെ ഒരുപോലെയാകുന്നു. മുജാഹിദ് ബാലുശ്ശേരി പറയുന്നു, ഒന്ന് കേട്ടോളൂ. ഇതൊന്നും ഇവിടെ മാറ്റിയിട്ട് ഇതൊന്നും